മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നതാണ് നിങ്ങളെ ബന്ധിക്കുന്ന ഏറ്റവും വലിയ ചങ്ങല. അത് പൊട്ടിച്ചെറിഞ്ഞാൽ പിന്നെ നിങ്ങളെ തടയാൻ ഒരു ശക്തിക്കും ആവില്ല. വിജയം നേടാൻ ശ്രമിക്കുക. അസൂയയെ മാറ്റിനിർത്തുക. അറിവ് സമ്പാദിച്ചുകൊണ്ടിരിക്കുക. സൗഹൃദങ്ങൾ വളർത്തിക്കൊണ്ടുവരിക. പരിശ്രമിക്കാൻ മടിയുള്ളവർക്ക് എല്ലാം അസാധ്യമാണ്. എന്നാൽ പരിശ്രമശാലികൾക്ക് എല്ലാം സാധ്യമാണ്. മോശം സുഹൃത്തുക്കൾ നിങ്ങളുടെ നിഴലുകളിൽ നിന്ന് വ്യത്യസ്തമല്ല. നിങ്ങളുടെ ഏറ്റവും തിളക്കമുള്ള സമയങ്ങളിൽ അവർ നിങ്ങൾക്ക് ചുറ്റും ചുറ്റിത്തിരിയുന്നു. എന്നാൽ നിങ്ങളുടെ ഇരുണ്ട സമയങ്ങളിൽ അപ്രത്യക്ഷമാവുകയും ചെയ്യും. ജീവിതത്തിൽ ചെയ്ത നല്ലതൊന്നും വ്യർത്ഥമായി പോകുന്നില്ല. അത് തീർച്ചയായും ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊന്നിൽ തിരികെ വരും. ആരും നമുക്ക് സ്വന്തമല്ല. മറ്റൊരാൾ വന്നാൽ മാറിക്കൊടുക്കേണ്ട ബന്ധമേയുള്ളൂ പലരുടെയും ജീവിതത്തിൽ നമുക്ക്. ചിലരെ നാം അന്ധമായി വിശ്വസിക്കുന്നത് മൂലം രണ്ട് കാര്യങ്ങളിൽ ഒന്ന് സംഭവിക്കും. ഒന്നുകിൽ ആത്മാർത്ഥതയുള്ള ഒരു സുഹൃത്ത്, അല്ലെങ്കിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പാഠം. ചിരിയുടെ പിന്നിലെ ദുഃഖവും മിഴിയുടെ പിന്നിലെ കണ്ണുനീരും ദേഷ്യത്തിന് പിന്നിലെ സ്നേഹവും അറിയുന്നതാണ് യഥാർത്ഥ ഫ്രണ്ട്ഷിപ്പ്. സ്വന്തം ഹൃദയം എറിഞ്ഞുടക്കാനുള്ള കല്ല് പലപ്പോഴും നമ്മൾ തന്നെ മറ്റുള്ളവരുടെ കയ്യിൽ കൊണ്ടു കൊടുക്കാറുണ്ടെന്നതാണ് സത്യം. ചിലരുണ്ട് കർമ്മം കൊണ്ട് കൂടപ്പിറപ്പായവർ, നന്മ കൊണ്ട് നെഞ്ചിൽ കയറിക്കൂടിയവർ. ആത്മവിശ്വാസം ആണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി. നിങ്ങൾ നിങ്ങളിൽ വിശ്വാസം അർപ്പിക്കാൻ തുടങ്ങുമ്പോൾ അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു തുടങ്ങുന്നു. എല്ലാത്തിലും പരാതി പറഞ്ഞു നടക്കുന്നവർ വിജയം അർഹിക്കുന്നില്ല. വിജയവും പരാജയവും ജീവിതത്തിലെ രണ്ട് സ്ഥിരമല്ലാത്ത അവസ്ഥകൾ മാത്രമാണ്. വിജയത്തിൽ അമിതമായി സന്തോഷിക്കുകയോ പരാജയത്തിൽ അഗാധമായി ദുഃഖിക്കുകയോ ചെയ്യരുത്. ദൈവം നമുക്ക് മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളെ അംഗീകരിക്കാനും മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളെ ധൈര്യമായി മാറ്റുവാനും അതുപോലെ തന്നെ ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുവാനും ഉള്ള ബുദ്ധി തന്നിട്ടുണ്ട്. അത് ശരിയായി ഉപയോഗിക്കാനുമുള്ള വിവേകം നമ്മൾ കാണിച്ചാൽ മതി. ഒരിക്കൽ പ്രണയിതാക്കൾ ആയി പിരിഞ്ഞവർ പിന്നീട് നല്ല സുഹൃത്തുക്കൾ ആകാനുള്ള സാധ്യത വളരെ കുറവാണ്. ദിവസവും 5 ഗാനങ്ങൾ കേൾക്കുന്നവർക്ക് കൂടിയ ഓർമ്മശക്തിയും പ്രതിരോധ ശക്തിയും ലഭിക്കും. ഇവർക്ക് വിഷാദരോഗം വരാനുള്ള സാധ്യത കുറവായിരിക്കും. ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠങ്ങൾ പഠിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ പോരാടുന്ന ആളുകൾ. ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന അവസാനത്തെ വ്യക്തിയാണ് ഒന്നുകിൽ നിങ്ങളുടെ സന്തോഷത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ ദുഃഖത്തിന് കാരണം. മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ ശ്രമിച്ച എനിക്ക് എന്നെത്തന്നെ നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഞാൻ എന്നെ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ എല്ലാവരെയും നഷ്ടപ്പെടുകയും ചെയ്യുന്നു. തങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതിൽ ആളുകൾ വളരെ കഴിവുള്ളവരാണ്. തെറ്റുകൾ ക്ഷമിക്കാൻ എളുപ്പമാണ്. എന്നാൽ തകർന്ന വിശ്വാസം പുനഃസ്ഥാപിക്കുക എന്നത് പ്രയാസകരമാണ്. അസൂയക്കാരന് ഒരിക്കലും മനസ്സമാധാനം ഉണ്ടാകില്ല. എന്നാൽ നന്നായി ജീവിച്ചവൻ മരണത്തെപ്പോലും ഭയക്കുന്നില്ല. നമ്മുടെ ഏറ്റവും വലിയ ബലഹീനത ഉപേക്ഷിക്കുന്നതിൽ ആണ് വിജയിക്കുന്നതിനുള്ള ഏറ്റവും കൃത്യമായ മാർഗം. എല്ലായ്പ്പോഴും ഒരു തവണ കൂടി ശ്രമിക്കുക എന്നതാണ്. സ്ത്രീകൾക്ക് ഒരു ആണിനെ മാനസികമായി കീഴ്പ്പെടുത്താൻ 2 കാര്യങ്ങൾ മതി. 1 സൗന്ദര്യവർദ്ധക വസ്തുക്കൾ. 2 അനുയോജ്യമായ സമയങ്ങളിൽ കൃത്യമായി ഉൽപ്പാദിപ്പിക്കുന്ന കണ്ണുനീർ. ആരുടെയെങ്കിലും അടുക്കൽ എന്ത് നല്ലത് കണ്ടാലും അവരോട് അത് പറയുക. നിങ്ങൾ പറയുന്ന കാര്യം അവർ ജീവിതകാലം മുഴുവൻ ഓർമ്മിക്കും. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ഓരോ വ്യക്തിക്കും നമ്മളെക്കാൾ നന്നായി പലതും അറിയാം. അത് കണ്ടെത്താനും ഉപയോഗിക്കാനും വേണ്ടത്ര സമയം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. വാക്കുകൾ നിങ്ങൾക്ക് ചിന്തകളുടെ ചിന്ത നൽകുന്നു. സംഗീതം നിങ്ങൾക്ക് അനുഭൂതികളുടെ അനുഭൂതി നൽകുന്നു. ഒരു ഗാനം നിങ്ങൾക്ക് ചിന്തകളുടെ അനുഭൂതിയെ കാട്ടിത്തരുന്നു. നിങ്ങളുടെ ജീവിതം നിങ്ങൾ തെരഞ്ഞെടുക്കുക. നിങ്ങളുടെ തിരക്കഥ എഴുതാൻ മറ്റുള്ളവരെ അനുവദിക്കരുത്. ദാരിദ്ര്യം ധീരത കൊണ്ടും പഴയ വസ്ത്രം വൃത്തി കൊണ്ടും രുചി കുറഞ്ഞ ആഹാരം ചൂടുകൊണ്ടും സൗന്ദര്യമില്ലായ്മ സ്വഭാവഗുണം കൊണ്ടും പരിഹരിക്കപ്പെടുന്നു. നിങ്ങളിൽ മാറ്റം ആഗ്രഹിക്കുന്നുവെങ്കിൽ പിന്നെ മറ്റൊന്നും ഒരു തടസ്സമല്ല. ഇരുട്ടിലും വെളിച്ചത്തിലും ഒരാളാകാൻ കഴിയുന്നവരാണ് കെടാവിളക്കാവുക. അല്ലാത്തവർ വിളക്കാകും, പക്ഷേ വെളിച്ചമുണ്ടാകില്ല.
ജീവിതം ഒരിക്കലും നീതിയുക്തമല്ല. ഒരുപക്ഷേ നമ്മിൽ മിക്കവർക്കും അത് അങ്ങനെയല്ല എന്നത് ഒരു നല്ല കാര്യമാണ്. ഒറ്റയ്ക്ക് നിൽക്കുക എന്നതിനർത്ഥം നിങ്ങൾ തനിച്ചാണെന്നല്ല. അതിനർത്ഥം കാര്യങ്ങൾ സ്വയം കൈകാര്യം ചെയ്യാൻ നിങ്ങൾ ശക്തൻ ആണെന്നാണ്. നമുക്ക് നല്ല ജീവിതമോ ചീത്ത ജീവിതമോ നൽകിയിട്ടില്ല. നമുക്ക് ഒരു ജീവിതം നൽകിയിട്ടുണ്ട്. അത് നല്ലതോ ചീത്തയോ ആക്കേണ്ടത് നമ്മളാണ്. ഒരു യഥാർത്ഥ പുരുഷന് ഒരു സ്ത്രീയെ എങ്ങും തൊടാതെ തന്നെ പ്രണയിക്കാൻ കഴിയും, അവളുടെ ഹൃദയത്തെ മാത്രം സ്പർശിച്ച്. മറ്റാരും ഇല്ലാതിരുന്ന സമയത്ത് നിങ്ങൾക്കായി ആരൊക്കെ ഉണ്ടായിരുന്നുവെന്ന് എപ്പോഴും ഓർക്കുക. ഒന്നും ആഗ്രഹിക്കുകയോ ആവശ്യപ്പെടുകയോ ചെയ്യാത്ത സ്ത്രീകൾ പൊതുവെ നിഷ്കളങ്കരും മൃദുലഹൃദയമുള്ളവരും ആയിരിക്കും. ഈ ലോകത്ത് ആരെയും അധികം ആശ്രയിക്കരുത്. കാരണം ഇരുട്ടിൽ സ്വന്തം നിഴൽ പോലും നിങ്ങളിൽ നിന്ന് അകലും. കഴിഞ്ഞുപോയ ദിനങ്ങൾ എല്ലാം നല്ലതിനായിരുന്നു എന്ന് ചിന്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, കൈവിട്ടു പോയതൊക്കെ നഷ്ടങ്ങൾ ആയിരുന്നു എന്ന് ചിന്തിക്കാതെ ജീവിക്കാൻ കഴിയുമെങ്കിൽ അവിടെയാണ് നമ്മുടെ ജീവിതം. നിങ്ങളിലെ ഏറ്റവും മികച്ചത് കണ്ടെത്താൻ സഹായിക്കുകയും നിങ്ങളെ ശക്തരാക്കുകയും ചെയ്യുന്ന വ്യക്തി യഥാർത്ഥത്തിൽ നിങ്ങളുടെ ബലഹീനതയാണ്. ബന്ധങ്ങൾ എന്നും നിലനിൽക്കുമെന്ന് നിങ്ങൾ കരുതുന്നു. എന്നാൽ വാസ്തവത്തിൽ മറ്റെല്ലാ കാര്യങ്ങളും പോലെ തന്നെ നമ്മൾ അതിനായി പ്രവർത്തിക്കുന്നിടത്തോളം മാത്രമാണ് അത് നിലനിൽക്കുന്നത്. സമയം കൃത്യമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ആർക്കും സമയം ആവശ്യം പോലെ ഉണ്ടാകും. സുഹൃത്തുക്കൾ വളരെ സഹായകരമാണ്. കാരണം അവർ നമ്മളെ ശ്രദ്ധിക്കുമെന്നതിനാൽ മാത്രമല്ല, അവർ നമ്മളെ നോക്കി ചിരിക്കുന്നു. അവരിലൂടെ നാം അല്പം വസ്തുനിഷ്ഠതയും അല്പം എളിമയും മര്യാദയും ഒക്കെ പഠിക്കുന്നു. നമ്മൾ ജീവിതം നിയമങ്ങൾ പഠിക്കുകയും ജീവിതത്തിലെ മികച്ച അഭ്യാസിയായി മാറുകയും ചെയ്യുന്നു. ഒന്നിനു വേണ്ടിയും കാത്തിരിക്കരുത്. മികച്ച ഒരു സമയം നിങ്ങൾ തന്നെയാണ് നിർമ്മിക്കേണ്ടത്. മൃദുലമായ ഹൃദയമുള്ള ഒരാളെ വേദനിപ്പിക്കരുത്. കാരണം അമിതമായ ചിന്തകൾ കാരണം അവർക്ക് രാത്രി ഉറങ്ങാൻ കഴിയില്ല. കാലതാമസം വരുത്തിയ പൂർണ്ണതയേക്കാൾ മികച്ചതാണ് തുടർച്ചയായ മെച്ചപ്പെടുത്തൽ. അറിവിനേക്കാൾ മഹത്തരമാണ് മനസ്സിലാക്കൽ. നിങ്ങളെക്കുറിച്ച് അറിഞ്ഞവൻ ഏറെയുണ്ടാകും, മനസ്സിലാക്കിയവർ അപൂർവവും. ശ്രമിക്കുന്നതിലും അവസരം നൽകുന്നതിലും നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടുന്നില്ല. അത് ഒരു ഗുണവും ചെയ്തില്ലെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് പഠിക്കും. നിങ്ങളുടെ ജോലി കണ്ടെത്തുകയും തുടർന്ന് പൂർണ്ണ ഹൃദയത്തോടെ അതിനെ സ്വയം നൽകുകയും ചെയ്യുക. ഒരു മലമുകളിൽ എത്താൻ ഒന്നിലധികം പാതകൾ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിശബ്ദതയേക്കാൾ മനോഹരമായ കാര്യമാണ് നിങ്ങൾ പറയാൻ പോകുന്നതെങ്കിൽ മാത്രം വായ തുറക്കുക. ചിലപ്പോഴൊക്കെ വിഡ്ഢികളെപ്പോലെ ആവുന്നത് നല്ലതാണ്. എല്ലാം മനസ്സിലായാലും ഒന്നും മനസ്സിലാക്കാത്ത പോലെ സ്വയം നടിക്കണം. ചില ബന്ധങ്ങൾ നിലനിർത്താൻ അതാണ് നല്ലത്. ഒരു മനുഷ്യനെ അവൻ്റെ ഉത്തരങ്ങളേക്കാൾ അവൻ്റെ ചോദ്യങ്ങളിലൂടെ വിലയിരുത്തുക. പഠനങ്ങൾ പറയുന്നത് കരച്ചിൽ നിങ്ങളുടെ വിഷാദവും സങ്കടവും കുറയ്ക്കുകയും നിങ്ങളുടെ മനസ്സിനെ സുഖപ്പെടുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് കരച്ചിലിനെ ഒരിക്കലും പിടിച്ചു നിർത്തരുത്. നിങ്ങളുടെ സന്തോഷം ഒരിക്കലും മറ്റുള്ളവരിൽ അന്വേഷിക്കരുത്. അത് നിങ്ങളെ ഏകാന്തമാക്കും. അത് നിങ്ങളിൽ തന്നെ അന്വേഷിക്കുക. നിങ്ങൾ തനിച്ചായിരിക്കുമ്പോഴും നിങ്ങൾക്ക് സന്തോഷം ലഭിക്കും. നിങ്ങൾക്ക് ശരിക്കും സ്നേഹിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആദ്യം എങ്ങനെ ക്ഷമിക്കണം എന്ന് പഠിക്കണം. പുകഴ്ത്തുന്നവന് സുഹൃത്തുക്കളെ ലഭിക്കുന്നു, സത്യം പറയുന്നവന് എതിരാളികളിലെത്തിക്കുന്നു. നിങ്ങളുടെ സന്തോഷം ഒരിക്കലും മറ്റുള്ളവരിൽ അന്വേഷിക്കരുത്. അത് നിങ്ങളെ ഏകാന്തമാക്കും. അത് നിങ്ങളിൽ തന്നെ അന്വേഷിക്കുക. നിങ്ങൾ തനിച്ചായിരിക്കുമ്പോഴും നിങ്ങൾക്ക് സന്തോഷം ലഭിക്കും. നമുക്ക് വേണ്ടി മറ്റൊരാൾ കണ്ടെത്തുന്ന സമയമാണ് നമുക്ക് അയാൾ കൽപ്പിക്കുന്ന മൂല്യം. നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ നിങ്ങൾ ഒരു നിയമത്തെ മാനിക്കണം. ഒരിക്കലും നിങ്ങളോട് തന്നെ കള്ളം പറയരുത്. പലപ്പോഴും തനിക്ക് ആകർഷണം തോന്നുന്ന പെൺകുട്ടികളുടെ പുരുഷന്മാർ കൂടുതൽ സൗമ്യമായും എളിമയോടെയും പെരുമാറുന്നു. എന്നാൽ പഠനങ്ങൾ അനുസരിച്ച് അങ്ങനെ പെരുമാറുന്ന പുരുഷന്മാരെ പെൺകുട്ടികൾ തന്നെ സൗഹൃദ മേഖലയിലേക്കാണ് പരിഗണിക്കുന്നത്. ഒരു യഥാർത്ഥ പുരുഷന് ഒരു സ്ത്രീയെ എങ്ങും തൊടാതെ തന്നെ പ്രണയിക്കാൻ കഴിയും, അവളുടെ ഹൃദയത്തെ മാത്രം സ്പർശിച്ച്. ഒരു സ്ത്രീ ഇടയ്ക്കിടെ നിങ്ങളുടെ ചുണ്ടുകളിലേക്ക് നോക്കിയാൽ അതിനർത്ഥം അവൾ നിങ്ങളെ 100% സ്നേഹിക്കുന്നു എന്നാണ്.
നമുക്ക് നല്ല ജീവിതമോ ചീത്ത ജീവിതമോ നൽകിയിട്ടില്ല. നമുക്ക് ഒരു ജീവിതം നൽകിയിട്ടുണ്ട്. അത് നല്ലതോ ചീത്തയോ ആക്കേണ്ടത് നമ്മളാണ്. ഒറ്റയ്ക്ക് നിൽക്കുക എന്നതിനർത്ഥം നിങ്ങൾ തനിച്ചാണെന്നല്ല. അതിനർത്ഥം കാര്യങ്ങൾ സ്വയം കൈകാര്യം ചെയ്യാൻ നിങ്ങൾ ശക്തനാണെന്നാണ്. എപ്പോഴും നമുക്ക് ചുറ്റും പരിഹസിക്കുന്നവർ ഉണ്ടാകാം. നമ്മളെ തളർത്തുന്നവർ കൂടെ ഉണ്ടാകും. അവർക്ക് നേരെ അല്പനേരം കണ്ണടയ്ക്കാം. കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറായ മനസ്സ് നമുക്കുണ്ടെങ്കിൽ വിജയതീരത്തേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. നെഗറ്റീവ് വ്യക്തികളിൽ നിന്നും അകന്ന് നിൽക്കുക. ഓരോ പരിഹാരത്തിനും അവർ പുതിയൊരു പ്രശ്നം സൃഷ്ടിക്കുന്നതാണ്. വിഡ്ഢിയാക്കപ്പെടുകയാണെന്നറിഞ്ഞിട്ടും വിഡ്ഢിയായി ജീവിക്കുന്ന ചില മനുഷ്യരുണ്ട്. എത്ര പറ്റിക്കപ്പെട്ടാലും പറ്റിച്ചേർന്ന് നിൽക്കുന്ന മനുഷ്യർ. ചില സമയങ്ങളിൽ വിഡ്ഢി എന്നതിന് സ്നേഹം എന്നുകൂടി അർത്ഥമുണ്ട്.